വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമം. തെരഞ്ഞെടുപ്പിന് മുമ്പ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ച കേരള സർക്കാർ. റിപ്പോർട്ടിലെ 32 ശുപാർശകൾ നടപ്പിലാക്കുന്നതിനൊപ്പം റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. എല്ലാം സ്വാഗതാർഹം തന്നെ. എന്നാൽ ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തുകൊണ്ട് ഈ മന്ത്രിസഭാ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇലക്ഷൻ തീയതി നിശ്ചയിച്ചതിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടുവാൻ തീരുമാനിച്ചു? ഇത്രയും വർഷങ്ങൾ എന്ത് തടസ്സമാണ് ഉണ്ടായിരുന്നത്? ഇലക്ഷൻ മുൻനിർത്തി നടത്തുന്ന ചില പൊള്ള വാഗ്ദാനങ്ങൾ മാത്രമായി ഇത് അവസാനിക്കുമോ? ഇതുകൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ ഈ പ്രഖ്യാപനം കുറച്ചു മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് നടത്തിയിരുന്നെങ്കിൽ അത് നടപ്പിൽ വരുത്തുവാനുള്ള സമയം വരെ ഉണ്ടായിരുന്നു. അതിനൊന്നും മുതിരാതെ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചപ്പോൾ നടത്തുന്ന ഒരു നാടകം കളിയായി ആരെങ്കിലും ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എയ്ഡഡ് മാനേജ്മെന്റിന്റെ വിഷയത്തിലും സർക്കാർ നീക്കം പൊതുജനം കണ്ടതാണ്. മിന്നൽ വേഗത്തിൽ ബാറിന്റെ സമയക്രമത്തിൽ ഉത്തരവ് പുറത്തിറക്കിയ സർക്കാരിന് നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുവാൻ മിനിറ്റുകൾ പോലും വേണ്ടെന്ന് ജനത്തിന് നന്നായി അറിയാം. അതേസമയം കേരള ഗവൺമെന്റ് നിയമിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒരു സാധാരണ ഭരണകാര്യ രേഖയല്ല. അത് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു കഠിന സത്യാവസ്ഥയുടെ രേഖപ്പെടുത്തലാണ്. 2020 നവംബറിലാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാൻ JB കോശി കമ്മീഷനെ നിയമിച്ചത്. 2023 മെയ്യിൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. നീണ്ട വർഷങ്ങൾ സമരവുമായി മെത്രാന്മാരും സന്യസ്തരും അൽമായരുമടക്കം തെരുവിൽ അണിനിരന്നു. അവകാശങ്ങൾക്ക് വേണ്ടി നിരാഹാര സമരം നടത്തി, നിവേദനങ്ങൾ സമർപ്പിച്ചു. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിച്ച സർക്കാർ ആ തിടുക്കമൊന്നും ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ കാണിക്കുന്നത് പക്ഷേ കണ്ടില്ല. വർഷങ്ങളായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ പിന്നോക്കം, തൊഴിലവസരങ്ങളിലെ കുറവ്, ദളിത് ക്രിസ്ത്യാനികളുടെ സംവരണാവകാശ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ശുപാർശകൾ നൽകിയിട്ടും അതിന്റെ പൂർണ്ണമായ നടപ്പാക്കലിൽ സർക്കാർ കാണിച്ച മന്ദഗതിയും അനിശ്ചിതത്വവും ഗൗരവമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ റിപ്പോർട്ട് വീണ്ടും ഉയർത്തിക്കാട്ടുന്നത് രാഷ്ട്രീയ തന്ത്രമാകരുത്, മറിച്ച് ഇത് ഭരണത്തിന്റെ ഉത്തരവാദിത്വം തെളിയിക്കുവാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. ഒരു ജനാധിപത്യ സർക്കാർ കമ്മീഷൻ നിയമിച്ച് റിപ്പോർട്ട് കൈപ്പറ്റുന്നതിൽ മാത്രം ഒതുങ്ങരുത്. അതിലെ ശുപാർശകൾ സമയബന്ധിതമായി നടപ്പിലാക്കിയാണ് ന്യൂനപക്ഷങ്ങളോടുള്ള ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റേണ്ടത്. അതല്ലാതെ പോയാൽ ഈ റിപ്പോർട്ട് വോട്ടിനായി ഉപയോഗിക്കുന്ന ഒരു പ്രചാരണ ഉപകരണമാണെന്ന വിമർശനം ശക്തമാകും. യഥാർത്ഥ സാമൂഹ്യനീതിയും വികസനവും നടപ്പിലാക്കുന്നതിലാണ് ഭരണത്തിന്റെ വിശ്വാസ്യതയും നൈതികതയും അളക്കപ്പെടുന്നത്.